വയനാട് പുൽപ്പള്ളി കൊളറാട്ടുകുന്നിൽ കാട്ടുകൊമ്പൻ പരിക്കേറ്റ നിലയിൽ വനമേഖലയിലാണ് മുൻകാലിന് പരിക്കേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടത്. ആനയെ വനം വകുപ്പ് നിരീക്ഷിക്കുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. ഒരു ഇൻഫൈറ്റിങ്ങിൻ്റെ ഒരു ലക്ഷണമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ഒരു ആനയ്ക്ക് ഒരു ഇഞ്ചറി ഉള്ളതായിട്ടും മനസ്സിലാക്കുന്നത്. അതുകൂടാതെ ഏതെങ്കിലും മറിച്ചിട്ട് മൂലം ഈ പറയുന്ന ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കാം. ആ ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇപ്പോൾ ആലോചിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതിൻ്റെ ലെഫ്റ്റ് കൈ ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ്. ഇവിടെ നമ്മുടെ കതുവാക്കുന്നിൽ ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് മേളിലായി ഒരാന സ്ഥിരമായിട്ട് കാണുന്നുമുണ്ട്. എന്തോ അതിനൊരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നുണ്ട്. രാത്രി ഫുള്ളായിട്ട് ഇടവിട്ട് കരയുന്നത് കേൾക്കാം. അതുതന്നെ അല്ല, ഇവിടെ എപ്പോഴും മൃഗങ്ങളുണ്ട്, കുളം അടുത്തുള്ളതുകൊണ്ട് ഈ കുളത്തിലേക്ക് വരുന്നതെന്നുള്ളൊരു ധാരണയായിരുന്നു. ഇപ്പോൾ ഒരാഴ്ചയായി ആന സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ട്. രാത്രി പകലൊന്നുമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് കാർച്ച കേൾക്കുന്നുണ്ട്. എന്തോ അസുഖമുള്ളതാണോ എന്തോ സംശയമുണ്ട്. ഞങ്ങളോട് വാച്ചർമാരോട് പറയലുണ്ട് അസുഖം എന്തോ ആയിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അവർ രാവിലെ മുതൽ ഇവിടെ നിരീക്ഷണം കാര്യങ്ങളുമായിട്ടുണ്ട്. എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിയത്തില്ല. സുർജിത്ത് അയ്യപ്പത്തെ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത്, ഈ വാർത്ത നമ്മളൊന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകരിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ചികിത്സ നൽകണം, കൂടുതൽ സമയം പോകുന്തോറും അതിൻ്റെ ജീവൻ ആപത്തിലാകും. അപ്പോൾ അത് തന്നെയാണ്. പക്ഷേ ഇത് എപ്പോഴായിരിക്കും തുടങ്ങാൻ കഴിയുക? കൂടുതൽ വിവരങ്ങൾ എന്താണ് സുർജിത്ത്? ഇതിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ വനത്തിനകത്താണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഒരുപക്ഷെ ഈ ഒരു കാലം എന്ന് പറയുന്നത് ഈ ഫൈറ്റ്, ആനകൾ തമ്മിലുള്ളൊരു ഇൻഫൈറ്റ് നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. അങ്ങനെ പരിക്കേറ്റതാണ് എന്നുള്ള തരത്തിലുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ വനം വകുപ്പ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ അതിലേക്ക് മരം കടപുഴകി വീഴാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. മുൻഭാഗത്തെ ഇടതുകാലിനാണ് പരിക്ക് ഏറ്റിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിവരമാണ് വനം വകുപ്പിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാകുന്നത്. മാത്രമല്ല ഇന്നലെയാണ് ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം വനം വകുപ്പിൻ്റെ ഭാഗത്ത് തുടങ്ങിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ഡോക്ടർ രാജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ആനയെ പരിശോധിച്ചിട്ടുണ്ട്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് വനം വകുപ്പ് കടക്കുകയാണ്. കാരണം പ്രധാനമായും ആനയ്ക്ക് ഈ ഇൻഫൈറ്റ് മൂലം നടന്നിട്ടുള്ള ഒരു പരിക്ക് എന്നുള്ള തരത്തിൽ തന്നെയാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ചില അസ്വാഭാവികമായ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. വനമേഖലയാണ്, വനത്തിൻ്റെ ഉൾഭാഗത്താണ്. അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തോട് ചേർന്നാണ് ഈ വന്യമൃഗങ്ങൾ സ്ഥിരമായി എത്താറുണ്ട്. അപ്പോൾ അതിനകത്തൊരു അസ്വാഭാവിക ശബ്ദം എന്നുള്ള തരത്തിൽ കേട്ടപ്പോഴാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ വിവരം അറിയിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പരിശോധന നടത്തുകയും ആ പരിശോധനയിലാണ് ഇങ്ങനെ മുൻ കാലിന് പരിക്കേറ്റ നിലയിൽ, അത് ഒടിഞ്ഞു തൂങ്ങിയ നിലയിലാണ് ഈ കാട്ടാന ഉള്ളത്. അത് കൃത്യമായ രീതിയിൽ തന്നെ ദൃശ്യത്തിൽ തന്നെ പ്രകടവുമാണ്. എങ്ങനെയാണ് ഈ ആന നിൽക്കുന്നത് എന്നുള്ളത്. ഒരു കൊമ്പനാനയാണ്, 35 വയസ്സോളം പ്രായമുണ്ട് എന്നുള്ളതാണ് വനംവകുപ്പ് അനുമാനിക്കുന്നത്. എന്തായാലും ആനയ്ക്ക് മറ്റ് ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വനംവകുപ്പ് കടക്കും എന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഒരുപക്ഷെ എത്രത്തോളം ഇതിൻ്റെ ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ അതിനെ ശുശ്രൂഷ നൽകുന്ന സാധ്യതകൾ ഉൾപ്പെടെ വനംവകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. ഡോക്ടർമാരുടെ സംഘം ആനയെ നിരീക്ഷിക്കുന്നുണ്ട്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. അപ്പോൾ അതിരപ്പള്ളിയിലെ കാട്ടാനയുടെ അവസ്ഥ ആവാതിരിക്കട്ടെ. ആ മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയെ അപ്പോൾ തന്നെ ചെറിയൊരു പരിക്കേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് അതിനെ ചികിത്സിച്ചിരുന്നെങ്കിൽ ഒരു ആന ചെരിയുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും വരില്ലായിരുന്നു. അപ്പം ഇതിനെ ഉടൻ തന്നെ പിടികൂടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ആയതുകൊണ്ട് അത് എത്രത്തോളം കുറച്ച് വെല്ലുവിളി നിറഞ്ഞൊരു കാര്യം കൂടിയാണത് എന്നുള്ളതാണ് അല്ലെ. ജനവാസ മേഖലയിലേക്ക് എത്തുന്നു തോന്നുന്നു. കാരണം അവര് അങ്ങനെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു കാല് ഒടിഞ്ഞ് തൂങ്ങിയ രീതിയിലാണെന്നാണ് പറഞ്ഞത്. അപ്പൊ എത്രയും വേഗം അതിനെ ചികിത്സ നൽകിയില്ലെങ്കിൽ അവസ്ഥ മോശമാവാനുള്ള സാധ്യതയുണ്ടെന്ന് തോന്നുന്നു. നമുക്കിങ്ങനെ കാട്ടാനയാണ് പലതരത്തിലുള്ള ആക്രമണങ്ങൾ വന്ന് ജനങ്ങൾ വിഷമിക്കുന്ന ഘട്ടമൊക്കെ ആണെങ്കിൽ പോലും ഇങ്ങനെ കാണുമ്പോൾ വല്ലാത്ത വേദനയാണ് അല്ലേ.